ലോകത്തിൽ പലതരത്തിലുള്ള പാവകളുണ്ട്. എറിയുന്നിടത്ത് അവ വീണ് കിടക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള തഞ്ചാവൂർ പാവകൾ വീണാലും അവയെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ അതിനുള്ളിൽ ഈയമുണ്ട്. തഞ്ചാവൂർ പാവ ഗുരുത്വാകർഷണ ശക്തിയെ പരാജയപ്പെടുത്തി ആ പാവയെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ സഹായിക്കുന്നത് പോലെ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ വീണ് കിടന്നാലും നിങ്ങളെ എണീപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതായ ദൈവത്തിൻ്റെ വചനം. മനുഷ്യനും ലോകവും സാത്താനും എറിഞ്ഞിരിക്കുന്ന മേഖലകളിൽ കുടഞ്ഞ് എഴുന്നേൽപ്പാൻ സമയമായിരിക്കുന്നു. നിങ്ങൾക്കാവശ്യം ദൈവത്തിൻ്റെ വചനമത്രേ. ഈ പകൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം കേൾക്കുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ വചന സന്ദേശത്തിലേക്ക് ക്രൈസ്റ്റ് ഫാമിലി സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് വചന സന്ദേശം. പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. പരിശുദ്ധാത്മ വരങ്ങൾ പ്രവചനമാകട്ടെ, ദർശനങ്ങളാകട്ടെ, അല്ല രോഗശാന്തിയാകട്ടെ, അന്യഭാഷാ ഭാഷണവും അതിൻ്റെ വ്യാഖ്യാനമാകട്ടെ, എല്ലാം നല്ലതാണ്. എല്ലാറ്റിലും നാം വിശ്വസിക്കുന്നു, എല്ലാം കൈകാര്യം ചെയ്യുന്നു. സകലതും ദൈവത്തിൻ്റെ കൃപയാൽ ഈ തലമുറയിൽ എവിടെ പോയാലും നാം കൊണ്ടു നടക്കുന്നു. എന്നാൽ മണ്ണിൽ നിൽക്കുന്നതായ മരത്തെ വളർത്തുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മെ നിർത്തുകയും വളർത്തുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത? വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ 1:1 വായിക്കുമ്പോൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. സോ ദ വേർഡ് ഈസ് ഗാഡ് ആൻഡ് ഗാഡ് ഈസ് വേർഡ്. ദൈവമാണ് വചനം, വചനമാണ് ദൈവം. സ്വർഗത്തിൽ യേശുവിൻ്റെ പേര് ദൈവത്തിൻ്റെ വചനം. വെളിപ്പാട് 19:13 അങ്ങനെ പറയുന്നു. സ്വർഗത്തിൽ യേശുവിൻ്റെ പേര് ദൈവവചനം, ഭൂമിയിൽ അവൻ്റെ പേര് യേശു. അർത്ഥം, യേശുവിനെ ഇഷ്ടപ്പെടുന്നവർ വചനത്തെ ഇഷ്ടപ്പെടുന്നു, യേശുവിനെ സ്നേഹിക്കുന്നവർ വചനത്തെ സ്നേഹിക്കുന്നു, യേശുവിനെ ബഹുമാനിക്കുന്നവർ ഭൂമിയിൽ വചനത്തെയും മാനിക്കുന്നു, യേശുവിൽ നിന്ന് കേൾപ്പാൻ ആഗ്രഹിക്കുന്നവർ വചനത്തിന് കേൾപ്പാൻ ആഗ്രഹിക്കുന്നു. യേശുവാണ് വചനം, വചനമാണ് യേശു. ദൈവവചനത്തിലുള്ളതായ 12 ഉപമകൾ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ 12 പ്രത്യേകതകൾ ഒന്നിന് പിറകെ ഒന്നായി നാം ഈ എപ്പിസോഡിൽ കേൾക്കുവാൻ പോകുന്നു. എഴുതിയെടുക്കണമെന്നുള്ളവർ വേഗത്തിൽ ഒരുങ്ങുക. ദൈവവചനത്തിൻ്റെ 12 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പൻ. പത്രോസ് പറയുന്നു, അന്ത്യകാലത്ത് ദൈവവചനത്തിൽ മായം പരക്കുവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന നാം മായമില്ലാത്തതായ ഒരൊറ്റ പാലയുള്ളൂ, അതാണ് ദൈവത്തിൻ്റെ വചനം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അമ്മയുടെ പാൽ കൊടുത്ത് വളർത്തുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ എത്ര വലിയ ദർശനവും എത്ര വലിയ ആഗ്രഹവും എത്ര വലിയ വാഗ്ദത്വവും എത്ര വലിയ ശുശ്രൂഷയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വളരേണ്ടത് ദൈവത്തിൻ്റെ വചനം എന്ന പാൽ കുടിച്ച് വളരേണം. ഒരു പാലിൽ ഒരു ശിശുവിന് ആവശ്യമുള്ളതായ സകല മിനറൽസും പ്രോട്ടീൻസും അടങ്ങിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ എത്ര ഉയരത്തിലും വീതിയിലും നീളത്തിലും ആഴത്തിലും നിങ്ങളെ വളർത്തുവാൻ ആവശ്യമുള്ളതായ സകല കാര്യാദികളും ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ട്. സോ ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് പാൽ അത്രേ. രണ്ടാമതായി, പാല് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം. ദൈവവചനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ദൈവത്തിൻ്റെ വചനം പാലായിരിക്കുന്നു നല്ലത്. രണ്ടാമതായി ദൈവവചനത്തിൻ്റെ പ്രത്യേകത, കർത്താവിൻ്റെ വചനം ഇറ്റ് ഈസ് ബ്രെഡ്, അത് അപ്പം ആയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം അപ്പമായിരിക്കുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം, ലൂക്കോസ് 4:4, ആവർത്തനം 8:3, ഈ 3 വാക്യങ്ങളിൽ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ വചനം കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അത് അപ്പം ആയിരിക്കുന്നു. തൻ്റെ ശിഷ്യഗണത്തെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ യേശു ഇപ്രകാരം പറഞ്ഞു, അന്നത്തേക്കുള്ളതായ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. മത്തായി സുവിശേഷം 6:11, ഞങ്ങൾക്ക് ദിവസേനയുള്ളതായ ആഹാരത്തെ അഥവാ അപ്പത്തെ നൽകണമേ. അർത്ഥം, ഓരോ ദിവസങ്ങളിലും നമുക്കാവശ്യമുള്ളതായ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള വെളിപ്പാടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ആരാണ്ട് പ്രസംഗിച്ചതല്ല, കഴിഞ്ഞ വർഷങ്ങൾ കേട്ടതല്ല, എല്ലാ ദിവസങ്ങളിലും രാവിലെ
ഇസ്രായേൽ പാളയത്തിൽ മന്ന പെയ്തിറങ്ങിയതുപോലെ ഓരോ ദിവസങ്ങളും സഹോദരിയെ ദൈവവചനത്തിലുള്ളതായ മന്നയെ, ദൈവവചനത്തിലുള്ള അപ്പത്തെ, ദൈവവചനത്തിലുള്ള വെളിപ്പാടിനെ നാം പ്രാപിച്ച് ദൈവകൃപയിൽ വളരേണ്ടത് ആവശ്യം. 365 ദിവസവും നമ്മൾ മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. പാസ്റ്റർ പ്രസംഗിച്ചതല്ല, അച്ഛന്മാർ പറഞ്ഞു തന്നതല്ല, പണ്ട് ഏതാണ്ട് സൺഡേ സ്കൂൾ അധ്യാപകർ പഠിപ്പിച്ചതല്ല. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചേ പറ്റത്തുള്ളൂ ഈ ദുഷ്ടലോകത്തിൽ മുന്നോട്ട് പോകുവാൻ. കാരണം വേദപുസ്തകം പറയുന്നു, 147 സങ്കീർത്തനം 9 വാക്യം വായിക്കുമ്പോൾ അവൻ കരയുന്ന കാക്കുകുഞ്ഞിനും കാട്ടിലെ മൃഗത്തിനും അതതിൻ്റെ ആഹാരത്തെ നൽകുന്നു. ദൈവത്തിന് മുൻപിൽ കരയുമെങ്കിൽ, ചോദിക്കുമെങ്കിൽ നിശ്ചയമായി ഗീവ് us our daily bread, ഓരോ ദിവസവും ഞങ്ങൾക്ക് ആവശ്യമുള്ളതായ അപ്പത്തെ ദൈവത്തോട് നൽകണമേ എന്ന് ചോദിക്കുമ്പോൾ ദൈവമായ കർത്താവ് അപ്പത്തെ നമുക്ക് നൽകുന്നു. കാരണം യേശു അവൻ്റെ ജീവൻ്റെ അപ്പം. യോഹന്നാൻ 6:35, 6:51 തുടങ്ങിയ വാക്യങ്ങൾ വേദപുസ്തകം പറയുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന യേശു അവൻ പാൽ മാത്രമല്ല, ദൈവകൃപയാൽ അവൻ അപ്പവും ആയിരിക്കുന്നു. മൂന്നാമതായി ആഹാരമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കേൾക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം പാലാണ്, അത് ദൈവവചനം അത് അപ്പമാണ്. എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായിട്ടുള്ള ആഹാരം നന്മത്തിനങ്ങളെ തിരിച്ചറിവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അവിടെ 2 തരത്തിലുള്ള ആഹാരത്തെക്കുറിച്ച് എബ്രായർ 5:12 പറയുന്നു. ഒന്ന് പാല്, മറ്റൊന്ന് കട്ടിയായ ആഹാരം. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് കിങ് ജെയിംസ് വേർഷൻ ട്രാൻസ്ലേഷനിൽ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു പാലും മീറ്റും, അഥവാ പാലും മാംസവും. ദൈവവചനം അത് പാലാണ്, അത് അപ്പമാണ്. ഇവിടെ ഇതാ പറയുന്നു അത് കട്ടിയായ ആഹാരം, അഥവാ അത് മാംസമാണ്. ആർക്കാണ് കട്ടിയായ ആഹാരം കൊടുക്കുവാൻ പറ്റുന്നത്? 3 മാസമോ 4 മാസമോ പ്രായമുള്ളതായ ഒരു കുഞ്ഞിനല്ല, വളർന്ന പക്വതയുള്ളതായ ഒരു വ്യക്തിക്കത്രേ കട്ടിയായ ആഹാരം നൽകുന്നത്. ക്രിസ്തു യേശുവിൽ, ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരുമ്പോൾ വേദപുസ്തകം പറയുന്നു, മൂന്നാമതായി നിങ്ങൾക്ക് നൽകേണ്ടത് അത്രേ കട്ടിയായ ആഹാരം. ആത്മീയ ജീവിതം തളരുന്നതല്ല, പകരം ആത്മീയ ജീവിതം വളരുന്നതാണ്. സങ്കീർത്തനം 1:3 വായിക്കുമ്പോൾ ദൈവം നമ്മെ സഹാറ മരുഭൂമിയിലല്ല നട്ടിരിക്കുന്നത്, ആറ്റരികത്ത്, പരിശുദ്ധാത്മാവാകുന്ന ആറ്റരികിൽ ദൈവം നമ്മെ നട്ടിരിക്കുന്നു. സങ്കീർത്തനം 65:9 പറയുന്നു, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ആറ്റരികത്ത് ദൈവം നമ്മെ നട്ടിരിക്കുന്നു. പ്രവാചകർ വിളിച്ചു പറഞ്ഞു, നനഞ്ഞ തോട്ടം പോലെ, വറ്റാത്ത നീരുറവ് പോലെ ദൈവം നമ്മെ നട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, അതെ കർത്താവിൻ്റെ സന്നിധിയിൽ വളരുവാനായി, ക്രിസ്തു എന്ന തലയോളം വളരുവാനായി ദൈവം നമ്മെ നട്ടിരിക്കുമ്പോൾ കട്ടിയായ ആഹാരം നമ്മൾ അതേ കഴിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, മുന്നേറുവാൻ, മെച്ചുവറാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനം പാലാണ്, അത് അപ്പമാണ്, അത് കട്ടിയായ ആഹാരവും ആണ്. ദൈവവചനമാകുന്ന കർത്താവ് യേശു ഈ ലോകത്തിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, ഇൻപമുള്ള വാക്കുകൾ അത്രേ കർത്താവ് സംസാരിച്ചത്. നോ മാൻ എവർ സ്പീക്ക് ലൈക്ക് ദിസ് മാൻ, ആരും ഇവനെപ്പോലെ സംസാരിച്ചില്ല എന്ന് പറയത്ത ക്രമത്തിൽ തേൻ മൊഴികൾ പോലെയുള്ള വാക്കുകളായിരുന്നു യേശുവിൻ്റെ അധരത്തിൽ നിന്ന് പൊഴിഞ്ഞുകൊണ്ടിരുന്നത്. കാര്യമെന്ത്? സദൃശവാക്യം 16:24 വേദപുസ്തകം വചനത്തെക്കുറിച്ച് പറയുന്നു. സദൃശവാക്യം 16:24 ഇൻപമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ദൈവവചനം തേൻ പോലെ ആകുന്നു എന്ന്. സങ്കീർത്തനം 119 103 വാക്യം വായിക്കുമ്പോൾ അത് തന്നെ ആവർത്തിച്ച് പറയുന്നു. സങ്കീർത്തനം 119 103 തിരുവചനം, എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. ദൈവത്തിൻ്റെ വചനം സഹോദരങ്ങളെ നമുക്ക് ഒരു തേൻ കട്ട പോലെ മധുരം നൽകി തരുന്നു. നിങ്ങളെ കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നു. ഒരു ദിവസം ഇതാ എലിമേലേക്ക് തൻ്റെ ഭാര്യ നവോമി തൻ്റെ 2 മക്കൾ മഹ്ലോനും കില്യോനുമായി ക്ഷാമം കണ്ടിട്ട് മോവാബ് ദേശത്തേക്ക് ഓടിപ്പോയി, പിന്മാറ്റത്തിലേക്ക് പോയി എന്ന് പറയാം. അവിടെ പോയപ്പോൾ മഹ്ലോൻ മരിച്ചു, കില്യോൻ മരിച്ചു, പിതാവാകുന്ന എലിമേലേക്ക് മരിച്ചു, പുരുഷപ്രജ മുഴുവൻ മരിച്ചു. ഇപ്പോൾ ഇതാ നവോമി തൻ്റെ മരുമക്കളാകുന്ന ഓർഫ നവോമിയെ വിട്ടുപിരിഞ്ഞു. രൂത്തിനെയും കൊണ്ട് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ അവൾ നോക്കി, ജനപിതാ പറയുന്നു, ദാ നവോമി വന്നു, നവോമി വന്നു. അവൾ പറയുന്നു, എന്നെ നവോമി എന്നല്ല വിളിക്കേണ്ടത്, എന്നെ മാറ എന്നത്തിന് വിളിക്കേണ്ടത്. ഈ ദിവസം മടങ്ങി വന്ന നവോമി പറഞ്ഞതുപോലെ ഞാനിതാ കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നു, മാറ, കോൾ മീ മാറ, എന്നെ കയ്പെന്ന് വിളിക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാല അനുഭവത്തിൽ നിങ്ങൾ കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ നിനക്ക് ആവശ്യം
തേനിനേക്കാൾ തേൻമൊഴിയേക്കാൾ വിലയേറിയ ദൈവത്തിൻ്റെ വചനം അത് തേൻ മൊഴിയായിരിക്കുന്നു. മാറയെ മധുരമാക്കി തീർക്കുന്നവനാണ് ദൈവം. എഫേസ്യർ 5:26 വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു: അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന്. ആരെയാണ് ഈ അവളെ എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന്. സോ അവിടെ ദൈവത്തിൻ്റെ വചനം, തിരുവചനം പറയുന്നു, അത് ജലം ആയിരിക്കുന്നു. നല്ല ചൂടാണ് കേരളത്തിൽ. ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ കേരളത്തിൽ നല്ല ചൂടാണ്. മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദേശത്തിൽ വർദ്ധിക്കുന്ന പാപം ആകാശത്തെ അടച്ചു കളയുന്നു, ദൈവത്തെ കോപിക്കുന്നു, മഴയെ ദേശത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. ദൈവത്തിൻ്റെ ജനം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജലക്ഷാമം തിരുവനന്തപുരം പട്ടണത്തിൽ ഈ ദിവസങ്ങളിൽ രൂക്ഷമായി ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നു. ജലാശയങ്ങൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ആ വാക്യം വീണ്ടും ആവർത്തിച്ച് പറയട്ടെ. There is full of water in the river of God. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അത് ജലം പോലെ അത്രേ. നല്ല ചൂടായി വേർതിരിക്കുന്ന ഒരാൾ നന്നായി എഴുന്നേറ്റ് അവൻ കുളിക്കുമ്പോൾ അവൻ ഫ്രഷ് ആകുന്നത് പോലെ, ആശ്വാസം പ്രാപിക്കുന്നത് പോലെ, ദ വാഷിംഗ് ഓഫ് ദ വാട്ടർ, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ കഴുകുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് മറക്കരുത്, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് എന്താണ്? അത് പാലാണ്, അത് അപ്പമാണ്, അത് കട്ടിയായ ആഹാരമാണ്, അത് തേനാണ്. ദൈവത്തിൻ്റെ വചനം അത് വെള്ളമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് കൂടിയേ കഴിയത്തുള്ളൂ. എബ്രായ ലേഖനം 4:12 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തിരുവചനം പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവാൾത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. സോ ദൈവത്തിൻ്റെ വചനം ഇരുവാൾത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സർവായുധ വർഗത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനം 6:13 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ വചനം വാളായി ചിത്രീകരിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. The word of God is nothing but acting like a sword. ബാക്കിയുള്ളതായ സകല സർവായുധവർഗം തങ്ങളെ തന്നെ ഒരു പടയാളി സംരക്ഷിക്കുന്നതാണ്. സത്യമരയ്ക്ക് കെട്ടുന്നു, നീതി എന്ന കവചം ധരിക്കുന്നു, സമാധാനം സുവിശേഷം കാലിനായി ചെരുപ്പ്, വിശ്വാസം എന്ന പരിചയ, രക്ഷ എന്ന ശിരസ്ത്രം. ആദ്യത്തെ ആയുധങ്ങൾ മുഴുവൻ ഒരു പടയാളിയെ തന്നെ സംരക്ഷിക്കുന്ന 5 ഭാഗങ്ങളായിരിക്കുമ്പോൾ ശത്രുവിനെ വെട്ടി 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 ഓടിപ്പിക്കുന്ന ഒരു ഒഫൻസീവ് വെപ്പൺ, ശത്രുവിനെ എതിർക്കുന്നതായ ആയുധമത്രേ ദൈവത്തിൻ്റെ വചനമാകുന്ന ഇരുവാൾ തലയുള്ളതായ വാൾ. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലും സിമിലറായ 2 അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മരുഭൂമിയിൽ വെച്ച് യേശു കർത്താവിനെ സാത്താൻ പരീക്ഷിപ്പാൻ വേണ്ടി വന്നപ്പോൾ യേശു അഭിപ്രായം പറഞ്ഞല്ല സാത്താനെ പരാജയപ്പെടുത്തിയത്, പകരം വചനം പറഞ്ഞ് വചനമാകുന്ന വാളെടുത്ത് വെട്ടി പരാജയപ്പെടുത്തിയെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇത് അലമാരയിലും ദൈവവചനം കമ്പ്യൂട്ടറിൽ ഒളിച്ചു വയ്ക്കേണ്ട ദിവസങ്ങളല്ല. നിങ്ങളുടെ ഉറയിൽ നിന്ന് വചനമാകുന്ന വാൾ പുറത്തേക്ക് വരട്ടെ. അന്ധകാര ശക്തികളെ വെട്ടുക. നിങ്ങളുടെ ഭവനത്തിൽ ടിവിയുടെയും റേഡിയോയുടെയും ന്യൂസ് പേപ്പറിൻ്റെയും ശബ്ദമല്ല ഉയരേണ്ടത്, പകരം നിങ്ങൾ വചനം പറയുന്ന സാഹചര്യങ്ങളെ എതിർത്ത് വചനം പറയുന്ന ശബ്ദം ഉയരട്ടെ. വചനം ഉച്ചത്തിൽ വായിക്കുക, വചനം ഉച്ചത്തിൽ പറയുക. ശത്രുവിനെ വെട്ടുന്ന വാളായി ദൈവത്തിൻ്റെ വചനം തീരുന്നു. സോ വചനം അത് പാലാണ്, ദൈവത്തിൻ്റെ വചനം അത് അപ്പമാണ്, ദൈവവചനം അത് മാംസമാണ്, ദൈവവചനം തേനാണ്, ദൈവത്തിൻ്റെ വചനം അത് വെള്ളം പോലെയാണ്, ദൈവത്തിൻ്റെ വചനം അത് വാൾ പോലെയാണ്. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ തിരുവചനത്തിൻ്റെ 2 പര്യായങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യിരെമ്യാ 23:29, എൻ്റെ വചനം തീ പോലെയും ദൈവത്തിൻ്റെ വചനം തീ പോലെ ആയിരിക്കുന്നു. എന്താ തീയുടെ പ്രത്യേകത? തീ ശുദ്ധീകരിക്കുന്നതാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നു: വിശ്വാസത്തിൻ്റെ പരിശോധന അഗ്നിസ്വാധനയാണ്. എന്തിനാണ് അഗ്നിയെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത്? നമ്മളെ തകർക്കുവാനല്ല, പകരം നമ്മളെ ശുദ്ധീകരിപ്പാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പല പ്രത്യേകതകളിലൊന്ന് തന്നെ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എബ്രായർ 12:28 അങ്ങനെ പറയുന്നു: ഗാഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ. ദൈവം തീയാണ്. അതെ, തീയിലൂടെ കടക്കുമ്പോഴോ അഗ്നിജ്വാലയോടുകൂടെ കർത്താവ് കൂടെ ഇരിക്കുന്നു. യെശയ്യാ പ്രവചനം
43:2 വായിക്കുമ്പോൾ, ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന കർത്താവ് ദൈവ പൈതലാകുന്ന നിൻ്റെ ജീവിതത്തിൽ തീ പോലെ കൂടെ ഇരിക്കുന്നു. വചനം അത് തീ പോലെയാണ്. ദൈവത്തിൽ നിന്നല്ലാത്തതായ സകല കാര്യാദികളും നമ്മിൽ നിന്ന്, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് എരിച്ചു മാറ്റി കർത്താവായ യേശുവിനെ പോലെ സമ്പൂർണ്ണമായി നമ്മെ ശുദ്ധീകരിച്ച് നിർത്തുന്ന തീയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവഹിതമില്ലാത്തത് സകലതും വചനം വായിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ തീയാകുന്ന ദൈവവചനം നമ്മെ കർത്താവിൻ്റെ കൃപയാൽ ശുദ്ധീകരിക്കുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. യോഹന്നാൻ 6:63 കർത്താവ് യേശു പ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ചതായ വചനം അത് ജീവനും ആത്മാവും ആകുന്നു. ആത്മാവും ജീവനും ആകുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകത തന്നെ ദൈവം ആത്മാവുകുന്നു. യോഹന്നാൻ 4:24, 2 കൊരിന്ത്യർ 3:17 കർത്താവ് ആത്മാവ് ആകുന്നു. അതെ, കർത്താവ് ആത്മാവായിരിക്കുന്നത് പോലെ കർത്താവാണ് ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ ദൈവമാണ് ദൈവവചനം, വചനമാണ് ദൈവം. ദൈവം ആത്മാവായിരിക്കുന്നത് പോലെ നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് സാഹചര്യമല്ല നിങ്ങൾ പറയേണ്ടത്, ഡോക്ടേഴ്സ് റിപ്പോർട്ടല്ല പറയേണ്ടത്, പകരം വചനം പറഞ്ഞാട്ടെ. വചനം നിങ്ങളെ ദൈവത്തിൻ്റെ കൃപയാൽ ജീവിപ്പിക്കുമാറാകട്ടെ. എസെക്കിയേൽ പ്രവചനം 37 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, എസെക്കിയേൽ എന്ന പ്രവാചകൻ അസ്ഥി താഴ്വരയിൽ നിൽക്കുകയാണ്. അസ്ഥിയിൽ നിന്ന് എത്ര കിലോഗ്രാം അസ്ഥിയുണ്ട്, എത്ര കിൻഡൽ അസ്ഥിയുണ്ട്, എത്ര പഴക്കമുണ്ട്, ഇതൊന്നുമല്ല പ്രവാചകൻ നോക്കിയത്. പകരം പ്രവാചകൻ ദൈവത്തിൽ നിന്ന് ദൂത് പ്രാപിച്ച് താൻ പ്രവചിക്കുമ്പോൾ, ദൈവവചനം പ്രവചന ദൂതായി താൻ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ ഇതാ ഇറങ്ങി വന്ന് അസ്ഥികൾ പരസ്പരം ജീവിക്കുകയാണ്. അസ്ഥികൾ തമ്മിൽ ഇതാ യോജിച്ചു, മാംസം കടന്നു വന്നു, ഞരമ്പുണ്ടായി, തൊക്കുകൊണ്ട് ദൈവം അതിനെ പൊതിഞ്ഞു. അവസാനം ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് കാറ്റായി വന്ന് അവരിതാ താഴ്വരയിൽ നിന്ന് ജീവിച്ചെഴുന്നേറ്റതുപോലെ മരണമെന്ന് പറയുന്നതായ സകല മേഖലകളിലും ഈ ദിവസങ്ങളിൽ ഒരു കരണം മറിച്ചിൽ, മരണ മേഖലകളിൽ കരണം മറിച്ചിൽ ഉണ്ടാകുവാൻ നിൻ്റെ അധരത്തിൽ മനുഷ്യനും വക്കീലും ഡോക്ടറും പറഞ്ഞ റിപ്പോർട്ടല്ല, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, ആത്മാവും ജീവനുമാകുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ നാവിൽ ഉണ്ടായിരിക്കട്ടെ. മക്കളെ നോക്കി വചനം പറഞ്ഞാട്ടെ, ശാപം പറയല്ല. ജീവിതത്തെ നോക്കി അതേ വചനം പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ മരണം വിട്ടുപോകട്ടെ, പകരം ജീവൻ കടന്നു വരട്ടെ. വിളിച്ചു പറയുക, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം അത് നിശ്ചയമായി അത് ആത്മാവാകുന്നു, അത് ജീവനാകുന്നു. യോഹന്നാൻ 17:17 മറ്റൊരു പ്രത്യേകത തിരുവചനത്തെക്കുറിച്ച് പറയുന്നു. യോഹന്നാൻ സുവിശേഷം 17:17 വായിക്കുമ്പോൾ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യം ആകുന്നുവല്ലോ. തിരുവചനം പറയുന്നു ദൈവത്തിൻ്റെ വചനം സത്യം ആകുന്നു. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, വചനം അത് പാലാണ്, അത് അപ്പമാണ്, വചനം മീറ്റ് അഥവാ അത് മാംസമാണ്, വചനം അത് ഹണി അഥവാ അത് തേനാണ്, വചനം വെള്ളമാണ്, വചനം വാളാണ്, വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത് തീയാണ്, വചനം ആത്മാവാണ്. മാത്രമല്ല തിരുവചനം പറയുന്നു വചനം സത്യം ആണ്, ദൈവം സത്യമാണ്. യോഹന്നാൻ 14:6 യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും. അതെ, സത്യം വന്നാൽ എന്താ സംഭവിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ 8:32 വായിക്കുമ്പോൾ, യു നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഒരു ഇരുട്ടറയിൽ നിങ്ങളെ അടച്ചിട്ടിരിക്കുന്നു, വാതിൽ ഏതാണെന്ന് അറിയത്തില്ല, പക്ഷേ വെളിച്ചം വരുമ്പോൾ ആ വാതിൽ കണ്ട എൻ്റെ ഹാൻഡിൽ തിരിച്ച് നിങ്ങൾ പുറത്തിറങ്ങുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്കറിയത്തില്ല ഏത് വാതിൽ തട്ടണം, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് ജീവിക്കണമെന്ന്, എന്തോ തീരുമാനമെടുക്കണം എന്ന് നിങ്ങൾക്കറിയത്തില്ല. പക്ഷേ ദൈവവചനം ഈ ദിവസങ്ങൾ സത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പിശാചിൻ്റെ കള്ളങ്ങളിൽ നിന്ന്, ഇഗ്നോറൻസിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് പുറത്തു വരുവാൻ വർഷങ്ങളായി നാളുകളായി നിങ്ങൾ അടച്ചിട്ടിരിക്കുന്ന മേഖലകളിൽ നിന്ന് പുറത്തു വരുവാൻ സമയമായി ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പുറത്തു കൊണ്ടുവരട്ടെ. യു നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. ദൈവത്തിൻ്റെ വചനം സത്യമായിരിക്കുന്നു. വീണ്ടും യിരെമ്യാ പ്രവചനം 23:29 ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെത്തിയിരിക്കുമ്പോൾ, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ഇരിക്കുന്നു.
10-ാമതായി തിരുവചനത്തെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് വിച്ച് ഈസ് നത്തിങ് ബട്ട് എ ഹാമർ. അത് നിങ്ങളെ പണിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനം നിങ്ങളെ പൊളിക്കുന്നതല്ല, ദൈവവചനം നിങ്ങളെ പണിയുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ നീ തകരും, നീ ഉടയും, നീ ഇത് ആംബുലൻസിൽ കയറും, നിൻ്റെ ശരീരം ഇതാ റോഡിൽ ചിതറിക്കിടക്കുന്നു എന്ന ഭീഷണിയല്ല ദൈവം നിങ്ങളെ നോക്കി പറയുന്നത്. ഭീഷണിപ്പെടുത്തുന്നവൻ സാത്താനാണ്. 1 കൊരിന്ത്യർ 14:3 വേദപുസ്തകം പറയുന്നു, അതെ, ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പൊളിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പണിയുന്നത് അത്രേ. ചുറ്റിക അത് പണിയുന്നതായ അതേ കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പണിയുന്നു. 10 ഉപമകൾ തിരുവചനത്തെക്കുറിച്ച് നാം കേട്ട് കഴിഞ്ഞു. 2 കാര്യം കൂടെ വേഗത്തിൽ ഞാൻ പറയട്ടെ. 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം, പ്രസിദ്ധമായ വാക്യം. 119 സങ്കീർത്തനം 105 വാക്യം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ദൈവത്തിൻ്റെ വചനം അത് കാലിന് ദീപമാണ്, അത് പാതയ്ക്ക് പ്രകാശം. കാരണം ലോകം മുഴുവൻ ശത്രുവിൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് 1 യോഹന്നാൻ 5:19 പറയുന്നു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യം, അന്ധകാരം ജാതിയും കുരുടട്ട ജാതികളെ മൂഴുന്നു. ഈ ലോകം മുഴുവൻ ഇരുട്ടിനാൽ നിറഞ്ഞിരിക്കുമ്പോൾ ഇരുണ്ട ലോകത്തിൽ വഴി തെറ്റാതെ കാലുകൾ ഇടറാതെ ദൈവത്തിന് കൃപയാൽ നമ്മെ മുന്നോട്ട് പതറാതെ വണ്ണം നടത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. സോ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്നു. ആർക്കും നിങ്ങളെ കുഴിയിൽ തള്ളിയിടുവാൻ കഴിയത്തില്ല, ആർക്കും നിങ്ങളെ വഴി തെറ്റിപ്പാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ്റെ സാത്താൻ്റെ കെണികളിൽ നിങ്ങൾ വീഴത്തില്ല. കാരണം thy word is a lamp unto my feet. കർത്താവിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമാണ്, അത് പാതയ്ക്ക് പ്രകാശമെന്ന് 11-ാമതായി ഞാൻ പറയട്ടെ. 12-ാമതായി അവസാനമായി ലൂക്കോസ് വിശേഷം 8-ാം അധ്യായം അതിൻ്റെ 11 വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് 8:11 ദൈവവചനത്തിൻ്റെ 12-ാമത്തെ ഉപമ തിരുവചനം പറയുന്നു, വിത്ത് ദൈവത്തിൻ്റെ വചനം. വേർഡ് ഓഫ് ഗാഡ് ഈസ് നത്തിങ് ബട്ട് സീഡ്. ദൈവത്തിൻ്റെ വചനം അതൊരു വിത്ത് പോലെ ആയിരിക്കുന്നു. സഹോദരങ്ങളെ, കൃഷിക്കാരൻ എന്താണോ വിതയ്ക്കുന്നത് അതാണ് അവൻ കൊയ്യുന്നത്. അർത്ഥം, നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ കർത്താവ് തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 2 കൊരിന്ത്യർ 4:6, റോമർ 4:17 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞപ്പോൾ സകലതും അതേ ഉളവായി വന്നു. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്നത് അതാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ദൈവം പറഞ്ഞു, അത് തന്നെ സൃഷ്ടിച്ചു. വേദപുസ്തകം പറയുന്നു, സദൃശവാക്യം 18:21 വായിക്കുമ്പോൾ, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അവ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. മരണം പറയല്ലേ, പകരം ജീവൻ പറഞ്ഞാട്ടെ, നന്മ പറഞ്ഞാട്ടെ, അനുഗ്രഹം പറഞ്ഞാട്ടെ, ദീർഘായുസ് പറഞ്ഞേ, ആരോഗ്യം പറഞ്ഞേ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ജയം പറഞ്ഞേ, അത്ഭുതത്തിൻ്റെ അഡ്മിഷൻ പറഞ്ഞാട്ടെ, എൻട്രൻസ് എക്സാമിനേഷനിൽ അൺഎക്സ്പെക്റ്റഡായി പോസിറ്റീവ് സർപ്രൈസായി കിട്ടുന്നതായ അതേ ജയത്തെയും അഡ്മിഷനെയും കുറിച്ച് പറഞ്ഞാട്ടെ, പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത ഉയർച്ചയും ദൈവപ്രവൃത്തിയും വലിയ ആത്മീയ ഉണർവും പറഞ്ഞാട്ടെ, എൻ്റെ സഭയിൽ വലിയ ശുശ്രൂഷ നടക്കുമെന്ന് പറഞ്ഞാട്ടെ, ഇന്ത്യ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാട്ടെ, കേരളത്തിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് പറഞ്ഞാട്ടെ. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധാരാളിത്വം ഈ സമൂഹത്തിൽ വെളിപ്പെടുമാറാകട്ടെ. ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ, നിങ്ങൾ ഏത് പട്ടണത്തിൽ, ഏത് ഗ്രാമത്തിൽ, ഏത് രാജ്യത്തിൽ നിൽക്കട്ടാലും, ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ദൈവവചനത്തിൻ്റെ വലിയൊരു വെളിപ്പാട് മൂടുമാറാകട്ടെ. കാരണം വചനം അത് പാലാണ്, ദൈവത്തിൻ്റെ വചനം അത് അപ്പമാണ്, ദൈവവചനം അത് മാംസമാണ്, ദൈവവചനം അത് തേനാണ്, ദൈവവചനം അത് വെള്ളമാണ്, ദൈവവചനം അത് വാളാണ്, ദൈവവചനം അത് ചുറ്റികയാണ്, അത് തീയാണ്. ദൈവത്തിൻ്റെ വചനം അത് ആത്മാവാണ്, ദൈവത്തിൻ്റെ വചനം സത്യമാണ്, ദൈവത്തിൻ്റെ വചനം അത് ദീപമാണ്, കാലിൻ്റെ ദീപമാണ്, ദൈവത്തിൻ്റെ വചനം അത് വിത്താണ്.